ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും അമൽദേവ് സിനിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇവിടെ മാക്സിമം ചെയ്യുന്നത് മൂവി സജഷൻസ് ആയിരിക്കും. മൂവി സജഷൻസ്, ബുക്ക് റിവ്യൂസ്, അല്ലെങ്കിൽ മൂവി ഒപ്പീനിയൻസൊക്കെ വളരെ കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ മൂവി സജഷൻസൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നത് അനിമേറ്റഡ് സീരീസാണ്. അപ്പോൾ അനിമേറ്റഡ് സീരീസ് കാണാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടുള്ള 2 അല്ലെങ്കിൽ 3 വർഷം മാക്സിമം. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടു തുടങ്ങിയ സീരീസ് ഒരു അത്യാവശ്യം ലെങ്ത് ഉള്ളതായിരുന്നു. അപ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യാതെ പകുതി വെച്ച് നിർത്തിയിട്ട് ഇനി വേറെ എന്തോ കുറച്ചുകൂടി ലിമിറ്റഡ് സീരീസിലേക്ക് പോകാമെന്ന രീതിയിൽ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സീരീസിലേക്ക് എത്തിയത്. ലിമിറ്റഡ് സീരീസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം 80 എപ്പിസോഡൊന്നും അടുത്തുണ്ട് ഇത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ചിന്താഗതിയെ മാറ്റിയൊരു അനിമേറ്റഡ് സീരീസ് ആണെങ്കിൽ പറയാം. ലൈക്ക് ഇത്രയും ക്യാരക്ടർ ഡെപ്തുള്ള, ഇത്രയും ക്യാരക്ടർ ആർക്കുകളുള്ള, ഇത്രയും അടിപൊളി കഥാസന്ദർഭങ്ങളുള്ള ഒരു കിടിലൻ സീരീസിൻ്റെ പേരാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. എനിക്ക് തോന്നുന്നു കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സീരീസാണ്. ഇപ്പോൾ അതൊരു വൺ ലൈൻ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്ന ഭയങ്കര ഭീമാകാരമായ ടൈറ്റാൻസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഓഫ് ഇപ്പോൾ ടൈറ്റാൻസ് കുറേ മനുഷ്യരാശിനെ കൊന്നു കളഞ്ഞു. അപ്പോൾ അവശേഷിക്കുന്ന മനുഷ്യന്മാർ ഒരു 3 വലിയ ഭീമാകാരമായ മതിലുകൾ കെട്ടിയിട്ട് അതിനുള്ളിൽ രക്ഷപ്പെട്ട് താമസിച്ചു പോരുവാണ്. അപ്പോൾ അങ്ങനെ ഇവർ അത്യാവശ്യം കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ ആ ഒരു മതിലിനുള്ളിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം പെട്ടെന്ന് ഈ ടൈറ്റാൻസ് ആ മതിൽ പൊളിച്ച് അറ്റാക്ക് ചെയ്ത് കയറി വരുന്നത്. പിന്നീട് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ സീരീസ് കണ്ട് തന്നെ മനസ്സിലാക്കുക. നമ്മളീ പ്രതീക്ഷിക്കുന്നതൊന്നുമല്ല അതിനകത്ത് കിട്ടാൻ പോകുന്നത്. ലൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല കഥ പോകുന്നത്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച് ഇതിൻ്റെ ക്യാരക്ടർ ആർക്കുകളാണ്. അതായത് മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. എറൻ എഗ്ഗർ, അതുപോലെ മിക്കാസ, ആർമിൻ. എറൻ എഗ്ഗർ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഒരു ക്യാരക്ടർ ആർക്ക് ഉണ്ട്. നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ട് ലാസ്റ്റ് എപ്പിസോഡ് ക്ലൈമാക്സ് എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. നമ്മളിങ്ങനെ എന്ത് സംഭവം, എന്താ നടന്നേ, ആ പരിപാടി ഉണ്ടല്ലോ. അയ്യോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോർമേഷനാണ് ക്യാരക്ടേഴ്സിനൊക്കെ സംഭവിക്കുന്നത്. ആൻഡ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത ട്വിസ്റ്റുകൾ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഈ സാധനം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിലൊരു ടൈറ്റാൻസിൻ്റെ ഒരു ഓട്ടം ഉണ്ട്. അതിപ്പോൾ എങ്ങനെ പറഞ്ഞാൽ കാണാത്തവർക്ക് എങ്ങനെയാണാ പറഞ്ഞാൽ മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ നമ്മൾ എന്തിരൻ സിനിമയിൽ ക്ലൈമാക്സിൽ ഒരു ഭയങ്കര ജയൻ റോബോട്ടായിട്ട് എല്ലാവരും മാറുമല്ലേ. എന്നിട്ട് ആ റോബോട്ട് ഒരു ബസ്സിനെ ഫോളോ ചെയ്യുമ്പോൾ അത് ഓടി വരുമല്ലേ. അപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് കാണുമ്പോൾ ചെറിയൊരു പേടി അല്ലെങ്കിൽ വേറൊരു കൗതുകം, അങ്ങനത്തെ ടൈപ്പ് ഒരു ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അതുപോലൊരു ഇമോഷൻ ഫീൽ ചെയ്യുന്നൊരു ഓട്ടം ഇതിലുണ്ട് ചില ടൈറ്റാൻസിന്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സീരീസാണ്. ലൈക്ക് വൺ ഓഫ് മൈ എന്താ പറയുക, ഭയങ്കര ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഇനി സംഭവിക്കുമെന്ന് അറിയാൻ പാടില്ല. ഇതുപോലത്തെ സീരീസൊക്കെ അത്രത്തോളം കിടിലൻ സീരീസ്, വൺ ഓഫ് ദ ഗോട്ട് ഐറ്റം എന്ന് ഞാൻ പറയും. ഇപ്പോൾ എനിക്ക് ഒന്നും കൂടി ഇത് റീവാച്ച് ചെയ്യണമെന്നുണ്ട്. പക്ഷേ രണ്ടാമത് റീവാച്ച് ചെയ്യുമ്പോൾ ഇനി ആ ഒരു സർപ്രൈസ് എല്ലാം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആദ്യം കണ്ട ഇത് കിട്ടില്ലല്ലോ. പിന്നെ ആദ്യമായിട്ട് കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ സത്യം പറഞ്ഞ അസൂയാണ്. ഇതെന്താണെന്ന് അറിയാതെ കാണാൻ പോകുന്നവരോട്. അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് മോനെ, കിടിലായിരിക്കും. വൻ കിടിലൻ. അയ്യോ, ഞാനൊക്കെ ബിഞ്ച് വാച്ച് ചെയ്യായിരുന്നു ഈ സാധനം ഇരുന്നിട്ട്. എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇത് തന്നെ പരിപാടി കാണില്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് കണ്ടു തീർത്തു. കാരണം നമ്മൾ അങ്ങനെയാണ് ഇത് ഓരോ എപ്പിസോഡുമാർ എൻഡ് ചെയ്യുന്ന അമ്മാതിരി പരിപാടിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. സീരീസിൻ്റെ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ.